അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് തെലുങ്ക് ദേശത്ത് നിന്നും നമുക്ക് ഓഗസ്റ്റ് 21 റിലീസാവാൻ അതിൽ നമ്മുടെ ബദ്ലേഹം കുടുംബ യൂണിറ്റിന് ടഫ് വെക്കാൻ ഒരു പടമുണ്ട്. ആരുടെ പടം? മാസ് മഹാരാജ ആയിട്ടുള്ള രവി തേജയുടെ സിനിമ. പടത്തിൻ്റെ പേര് ഇരുമുടി. ഈ വർഷം പുള്ളിയുടെ എത്രാമത്തെ പടം? എനിക്കറിയത്തില്ല. ഈ വർഷം ഇതിന് പടം ഇറങ്ങിയായിരുന്നു പുള്ളിക്ക്. എന്തൊക്കെ കുറേ ഇറങ്ങുന്നുണ്ടായിരുന്നു. മാസ് ജദാര എന്ന് പറഞ്ഞ പടം ഇറങ്ങിയായിരുന്നു തോന്നുന്നു ഈ വർഷം. അത് ഈ വർഷമല്ലേ ഇറങ്ങിയത് ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ശ്രീലിയിലേക്കുള്ളൊരു പടം ഉണ്ടല്ലോ. പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ നല്ല പാട്ടൊക്കെ ഉള്ളത്. ഞാൻ പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി നല്ല ഡാൻസറാണ്. സോ ഗൈസ് ഇരുമുടിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ഇരുമുടിയുടെ ട്രെയിലർ കാണാം. ഇരുമുടി ഡാം నానా ఓ అచ్చన్ డాడీ అడియాను మందు లేకపోతే ఎందుకు పిచ్చెక్కిపోతావు? ప్రతి 7-41 రోజులు ఎలా ఆపుకుంటారో బాబా. నా మనమ్మ కోసం రా. గురుస్వామి ఈ రోజు మా పెళ్లి రోజు. సీలేరులో లోడు దింపాక తాకుండా తిన్నగా ఇంటికొచ్చాయి. అలాగే భోజనాలు బ్రహ్మాండంగా ఉన్నాయి. ఏంటి విశేషం? నా కూతురు స్టడీస్ పూర్తి అయిపోయినాయి. ఇంజనీరా డాక్టరా? 5వ క్లాసు. హై స్కూల్ పంపాలంటే మన ఊరికి బస్ అయినా రావాలి, ఇక్కడికి హై స్కూల్ అయినా రావాలి. విష్ణు శర్మ మరి మలయాళ పుల్లియాണോ? లోపల గాని బయట గాని ఊరి యువతల గాని అవతల గాని చూసింది చూసినట్టుగా చెప్పేయాలి. ఈ కొచ్చే నీకు തോന്നുന്നു మటే చదవకపోతే చంపేస్తారా? మీలాంటి టీచర్స్ వెరీ డేంజరస్. ఐనోబడిలో ఉండాలి. ఈసారి ఉద్దచ్చిందో తీసుకోక ఆడపిల్ల భవిష్యత్తుకి భయమే శ్రీరామ రక్ష. వద్దు త్రినాథు, నా మాట విను. స్వామి శరణం. ఈ ఊళ్ళో ఆడపిల్లలందరినీ దత్త తీసుకున్నట్టు ఏంట్రా ఇది? వెనకాల ఒకడు ఉన్నాడు, చేయేస్తే పేగులు తీసేస్తాడు అని భయం లేకపోతే మన కూతుళ్ళని మనం కాపాడుకోలేం గురుస్వామి. మన ఊళ్ళో ఏదో జరుగుతుంది స్వామి. ప్రతిసారి మాలేసే ముందు ఏంటి నాకే నరకం? మనమ్మా నిన్ను చూస్తే నాకు భయం వేస్తుంది నాన్న. రేపు నీ ఒంటి మీద నల్లబట్ట పడగానే పాముల్లా పడగ విప్పి పగ తెచ్చుకోవడానికి వస్తారు. అదే నాకు బలహీనత ఉంది. ఏ ఆడ కూతుర్లోనైనా నా కూతుర్ని చూసుకునే అరుదైన బలహీనత. దాని జోలికి రాకో. స్వామి శరణం. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നീണ്ട ട്രെയിലർ ആയിപ്പോയി. കുറേ നേരം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ മാളികപ്പുറത്തിൻ്റെ റീമേക്ക് ആണെന്നാണ് ഞാൻ ഇനിഷ്യലി വിചാരിച്ചത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് അതിനകത്ത് ആക്ഷൻ ഇല്ലല്ലോ. ഇല്ല, മാളികപ്പുറത്ത് അല്ല, ഞാൻ പറഞ്ഞ അതൊരു സീനല്ലേ ഇതുപോലെ ഇവർക്ക് ചെയ്യാൻ. ഇവരപ്പോൾ അതിനകത്ത് മാസ് കയറ്റുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് ഇനിഷ്യലി ആ മാളികപ്പുറത്തിൻ്റെ റീമേക്ക് ആണെന്നാണ് ഈ ഇരുമുടിയുടെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നപ്പോൾ വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് അതല്ല സംഭവം, ഇത് വേറെയാണ് സംഭവം. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈ അടുത്തിറങ്ങിയ പടങ്ങളെക്കാൾ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പുള്ളിക്കൊരു ചീത്തപ്പേരുണ്ടല്ലോ. അത് മാറ്റാൻ വേണ്ടി എല്ലാ പെൺകുട്ടിയിലും ഞാൻ എൻ്റെ മകളെ കാണുന്നു എന്ന ലൈനിൽ സ്വാമി ശരണം പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതെന്താവുമെന്ന് കണ്ടറിയാം. പക്ഷേ കണ്ടിട്ട് ഡീസന്റ് പരിപാടിയാണ്. പുള്ളിയുടെ കരിയറിലൊരു അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. ഈ പുള്ളിയുടെ മാസ്റ്റത്താരെയൊക്കെ ഭയങ്കര ട്രോളായിരുന്നു. ആ ലെവല് പോവില്ലെന്ന് തോന്നുന്നു ഈ പടം. ഇതൊരു ഡീസന്റ് ഫിലിം ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പുള്ളി അവിടെ ആക്ച്വലി ടോപ്പ് ഹീറോ എന്തുവാ പുള്ളിയുടെ ഒരു സ്പേസ്? മാസ് മഹാരാജ മഹാരാജാവാണ്, അങ്ങനെയാണ് വിളിക്കുന്നത് പുള്ളി.
അല്ല അതല്ല അതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല. അപ്പോൾ ഏത് ടയറിൽ വരുന്നതാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അതെനിക്കറിയില്ല. അല്ല നമുക്ക് ടയർ പോകാനാണ് എക്സ്പെക്ടേഷൻ ഓഡിയൻസിന്റെ ഉണ്ട്. പുള്ളിക്ക് നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്. അക്കാര്യത്തിലൊക്കെ ജവിതേജ മെയിനാണ്. പക്ഷേ ഇറക്കുന്ന പടങ്ങളല്ല ഇങ്ങനെ ഓരോ ഒരു തട്ടിപ്പൊളിപ്പൻ ആക്ഷൻ ആ സാധനമാണ് തട്ട് പൊളിപ്പനാണ്, അത്രേ ഉള്ളൂ. ലൈക്ക് ഇടയ്ക്ക് പുള്ളിയുടെ ഏതോ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കിത് കൊള്ളാവുന്ന പടമാണല്ലോ തോന്നിയത്. എന്താ ഒരു ടേപ്പ് റെക്കോർഡിൽ നിന്ന് പാട്ട് അങ്ങനത്തെ ഒരു സംഭവം. ആ ട്രെയിലർ രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പിന്നെ ഒരു അനക്കമില്ല. ഈഗിളോ ഈഗിൾ, അത് ഈഗിളിൻ്റെ ആക്ഷൻ സീക്വൻസും പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. പടം ഭയങ്കര കത്തിപ്പടമായിപ്പോയി. അതിനകത്താണ് ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്. അതൊക്കെ കുറച്ച് കോമണാ. എനിക്ക് അത് ചേട്ടൻ ഉദ്ദേശിക്കുന്നതാണ് കറക്റ്റ് അറിയില്ല. ഈഗിൾ എന്ന് പറഞ്ഞ പടം ഉണ്ട്. ട്രെയിലർ കട്ട് രസം ഈഗിളിന്റെ ട്രെയിലർ കട്ടും അതിനകത്ത് പരിപാടി കുറച്ച് രസമുണ്ട്. പക്ഷെ പടം കുറച്ച് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിനകത്ത് എന്തോ ഒരു ഐഡിയ ഉണ്ടല്ലോ എന്ന് തോന്നത്തൊക്കെ. അതെ, ഒരു അവിയൽ പടമാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് അതിനകത്ത് തോന്നും. സോ അപ്പോൾ ഇരുമുടി കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് അവിടെ എനിക്ക് തെലുങ്കിൽ അവിടുത്തെ ഒരു കുറച്ചധികം ഓഡിയൻസിന് ഫാമിലി ഓഡിയൻസിനോട് അവർ കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. യൂഷ്വലി കാണുന്ന പോലെ തമിഴ് പടത്തിലൊക്കെ ആ ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവിടെ നല്ല രീതിയിൽ വർക്കാവാൻ ചാൻസ് ഉള്ളൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിവിടുത്തെ അവസ്ഥ നമുക്കറിയില്ല. പിന്നെ അന്ന് നമുക്ക് മേജർ റിലീസിലുള്ള ഓണർ റിലീസിൻ്റെ ടൈമാണ്, 21-ാം തീയതിയാണ് പടം റിലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസപ്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് പടമാണ്. ട്രെയിലറിന്റെ വ്യൂ കണ്ടാലറിയാം. നമ്മൾ മറ്റൊരു പടത്തിൻ്റെ ട്രെയിലർ റിയാക്ഷനുമായിട്ട് വീണ്ടും പടങ്ങി വരുന്നതായിരിക്കും.